കാഞ്ഞങ്ങാട് ഉപ്പിലിക്കൈ ചതുരക്കിണറിലെ ജനകീയ വായനശാല വയോജനവേദി രൂപീകരിച്ചു. ആദരവ് പരിപാടിയോടുകൂടി നടന്ന വയോജനവേദി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വയോജനങ്ങളുടെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുന്നതിനും ഇവരെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ 11-ാം വാർഡ് പ്രദേശമായ ഉപ്പിലിക്കൈ ചതുരക്കിണറിലെ ജനകീയ വായനശാല വയോജനവേദി രൂപീകരിച്ചത്. വേദി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അപ്പോ അവരനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ലേ. കുടുംബ വ്യവസ്ഥയൊക്കെ മാറി. ഇപ്പോ ജോലി ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും രാജ്യം കടന്നു പോവുകയാണ്. +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് പഠിക്കാനുള്ളതടക്കം പുറം രാജ്യങ്ങളിൽ യൂറോപ്പിലേക്കൊക്കെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പറിച്ചു നടപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വരും കാലത്ത് പ്രായമായ ആളുകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് കെ അമ്മിണി അധ്യക്ഷയായി. മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം നേടിയ നഗരസഭാ ചെയർപേഴ്സണെ വായനശാല പ്രവർത്തകർ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് കൌൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണൻ, മുൻ അധ്യാപകൻ കെ രാഘവൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി സീതാദേവി കാര്യാട്ട് സ്വാഗതവും രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു. വയോജനവേദിയുടെ ഭാരവാഹികളായി കെ ഗോപിനാഥനെ പ്രസിഡന്റായും, പി വത്സമ്മ, കെ ശാരദ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, കെ രാഘവനെ സെക്രട്ടറിയായും, VM ഗംഗാധരൻ, KV മാധവി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.